ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം ഐശ്വര്യ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇല്ലേ, അപ്പോൾ നമുക്ക് ട്രീ ഉണ്ടാക്കിയാലോ? അപ്പോൾ കുറച്ച് നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ട്രീ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിഞ്ഞ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ അവിടെ കൊടുക്കാം. അപ്പോൾ അത് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള പോലെ എനിക്ക് തോന്നി. കുറച്ച് കളേഴ്സൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ മൊത്തം കണ്ടാലാട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ഇങ്ങനത്തെ ബോൾസൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഞാൻ മേടിച്ചതാണ്. പിന്നെ ഈ സ്റ്റാർ ഞാൻ ഗിൽട്ടർ പേപ്പർ വെച്ച് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ ഫെവി ബോണ്ടർ, ഇങ്ങനത്തെ റിബൺ, പിന്നെ ഇങ്ങനത്തെ പുല്ല് പോലത്തെ സാധനം. ഇനി എന്താ പറയുക എനിക്ക് അറിയില്ല, ഞാൻ പുല്ല് പോലത്തെ സാധനം എന്നാട്ടോ പറയാം. അപ്പോൾ പിന്നെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചൂലില്ലേ, ചൂലിൻ്റെ ഉള്ളിലത്തെ വടിയാണ്. പിന്നെ ചുരുളുണ്ട്. ഇങ്ങനത്തെ വളയണ വടിയൊക്കെ എടുക്കാൻ നോക്കാം കേട്ടോ. പിന്നെ ഒരു ബാസ്ക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അമ്മ യൂസ് ചെയ്യുന്ന ഒരു ബാസ്ക്കറ്റായിരുന്നു. കഴിഞ്ഞ പോലെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതന്നെ വീണ്ടും എടുത്തു. കഴിഞ്ഞ പോലെ ഉണ്ടാക്കിയ ട്രീക്ക് ചെറിയ ഡാമേജ് വന്നു കേട്ടോ. അതാണ് വീണ്ടും ഉണ്ടാക്കുന്നത്. ഇതൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ ഞാൻ ചൂരലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഗ്യാപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം മെനക്കെട്ടും അങ്ങനെ കറക്റ്റായിട്ട് വെക്കണ്ടേ. അപ്പോൾ കുറേ നേരം ഇങ്ങനെ വെച്ച് 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 അങ്ങനെ കുറേ നേരമായിട്ട് ചെയ്യാൻ നോക്കുന്നത്. ഫസ്റ്റ് വെക്കും, ശരിയായില്ല, പിന്നെയും വെക്കും. പിന്നെ ഞാൻ വെച്ച വടി ഇടയിലൊക്കെ ഒടിഞ്ഞു പോയി. അപ്പം ഞാൻ അതൊക്കെ മാറ്റി വേറെ വടി വെച്ച് അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് ഇത് വെക്കാൻ തന്നെ. വെക്കൽ കറക്റ്റായി കഴിഞ്ഞാൽ വേഗം പണി തീരും കേട്ടോ. എന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു നൂലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് കെട്ടി കൊടുക്കുന്നത് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കെട്ടി കൊടുക്കണം നല്ല സ്ട്രോങ് ആയിട്ട്. പിന്നെ അതിൻ്റെ അടിയിലായിട്ടും ബാസ്ക്കറ്റിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും കെട്ടി കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യണത് നല്ലത്. പിന്നെ ഇങ്ങനത്തെ സാധനം വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് സിൽവർ എൻ്റെ കുറച്ചുണ്ടായിരുന്നു, അത് വെച്ചൊന്ന് കവർ ചെയ്തതാണേ. പിന്നെ ഈ ഒരു ഗ്രീൻ വെച്ച് കവർ ചെയ്തു. പിന്നെ ഈ ഡാർക്ക് ഗ്രീൻ, അങ്ങനെയാണ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാം ഒരേ കളർ വെച്ച് ചെയ്യാം കേട്ടോ, നല്ലത്. എൻ്റെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വേസ്റ്റ് ചെയ്യണ്ടല്ലോ വെച്ചിട്ടാണ് ഓരോ കളേഴ്സ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് ശരിയാവുന്നുണ്ട്, ഇടയ്ക്ക് വളർന്നിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചുറ്റി ചുറ്റി ചെയ്യുകയാണ്. ചിലത് ഞാൻ കട്ട് ചെയ്തിട്ടൊക്കെയാണ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി കണക്ട് ചെയ്ത് വെച്ചു. പിന്നെ അങ്ങനത്തെ ഗിൽട്ടർ പേപ്പർ എടുത്തിട്ട് അടിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം, ആ ബാസ്ക്കറ്റ് കാണാണ്ടിരിക്കാൻ വേണ്ടി. പൈതിക്ക് വെച്ചിട്ട് സാധനം കഴിഞ്ഞു. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് മതി എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനത്തെ ഗിൽട്ടർ പേപ്പർ എടുത്തിട്ട് അടിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാസ്ക്കറ്റിന് ഇത് കാണില്ല കേട്ടോ. അത് സർക്കിൾ പോലെ സാധനം എടുത്തിട്ടുണ്ട്. തൈൽ ഞാനിങ്ങനെ ഗോൾഡിൻ്റെ സംഭവം ചുറ്റിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൂപ്പിനും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ബോൾസൊക്കെ ഹാങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബോൾസും അങ്ങനത്തെ കുറച്ച് ഷേപ്പൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മുടെ ട്രീ എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ എന്തായാലും പറയണം കേട്ടോ. ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അത്രയും മെനക്കേടൊന്നുമില്ല, നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഗിൽട്ടർ പേപ്പർ വെച്ചിട്ട്. എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ റിബണൊക്കെ ഉണ്ടാക്കിയിട്ട് ആ മണി അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ അപ്പൂപ്പനെയും അവിടെ ഇവിടെ ഒക്കെ കുറേ ഡെക്കറേറ്റ് ചെയ്തു ഞാൻ. അങ്ങനെയാണ് കണ്ടു. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ? ഞാൻ കുറേ സ്റ്റാറൊക്കെ ഗിൽട്ടർ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. മെറി ക്രിസ്മസ് എന്ന് ഗിൽട്ടർ പേപ്പർ വെച്ചിട്ട് ആ ലെറ്റേഴ്സൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്തായാലും പറയാം കേട്ടോ. ഇത് കഴിഞ്ഞ കൊല്ലം ചെയ്ത ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത്. ഇടയിൽ ആ സിൽവർ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ട്രീയുടെ മേലെയൊക്കെ സാധനം കണ്ടൊക്കെ ചെറിയ ചെറിയ പിക്സാണ്. പിന്നെ ഇത് ഞാൻ പിസ്താഷ്യലിൽ വെച്ചിട്ടുണ്ടാക്കിയ ട്രീ ആണ്. ഇത് CD പെയിൻറ്റ് ചെയ്തതാണ്. പിന്നെ ഈ അപ്പൂപ്പൻ നേരത്തെ ഉണ്ടായിരുന്ന അപ്പൂപ്പൻ തന്നെയാണ്. പിന്നെ ഈ അപ്പൂപ്പൻ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ, ക്ലേ വെച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആഡ് ചെയ്തതാണേ. ഗൈസ്, നിങ്ങൾ വീഡിയോ കണ്ടോ? എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ മേക്കിംഗ് ഒക്കെ? അപ്പോൾ ഇതുപോലെയൊക്കെ തട്ടിക്കൂട്ട് പരിപാടിയാണ്, പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. അത്ര ചിലവൊന്നുമില്ല. ഞാൻ പിന്നെ കൂടുതൽ കഴിഞ്ഞ സാധനങ്ങൾ തന്നെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി ചിലപ്പോൾ ചെറിയ ഡാമേജ് ഒക്കെ വന്നു. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കുറച്ച് വൃത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഇങ്ങനത്തെ ക്രിസ്മസ് റിലേറ്റഡ് വീഡിയോസൊക്കെ വരും. വീഡിയോ ഇഷ്ടമായി എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബൈ.